കത്തിപ്പടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന വിവാദം അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ച് പൊതുരംഗത്ത് തിരിച്ചെത്തിയതോടെ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 12 ലൈംഗിക കേസുകളിൽ പ്രതി എന്ന നിലയിൽ ഏകദേശം 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചാണ് പാലക്കാട് MLA വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. എന്നാൽ ഈ നിർണായക സന്ദർഭത്തിൽ പോലും മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ പൊതുസമൂഹത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കാനോ അദ്ദേഹം തയ്യാറായില്ല. യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം വോട്ട് രേഖപ്പെടുത്തി തൊട്ടു പിന്നാലെ ചായ കുടിച്ച് മടങ്ങിയ അദ്ദേഹത്തിന്റെ ഈ നടപടി സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്കും പരിഹാസങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ അജയ് തറയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ കടുത്ത വിമർശനം ഉയർത്തിയത്. തൊലിക്കട്ടി അപാരം എന്ന തലക്കെട്ടോട് കൂടി കാണ്ടാമൃഗത്തിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടുള്ള അജയ് തറയിലിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് അതിവേഗം വൈറലായി. ഈ പോസ്റ്റ് കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ വിഭാഗീയത സൃഷ്ടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന അണികൾ അജയിന്റെ പോസ്റ്റിന് താഴെ വെല്ലുവിളികളും തെറിവിളികളുമായി രംഗത്ത് വന്നതോടെ സൈബർ ലോകത്ത് വലിയ വാഗ്വാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. അജയിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് പോസ്റ്റിന് താഴെ അധികവും നിറഞ്ഞത്. നിന്റെ പേരിൽ തന്നെയുണ്ട് നീ ആരാണെന്ന് എന്ന കമന്റ്. അജയ് തറയലിന്റെ പേരിന്റെ ഭാഗമായ തറയിൽ എന്ന വാക്ക് ദുരുപയോഗം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ താറടിച്ചു കാണിക്കാനുള്ള ശ്രമമായിരുന്നു അത്. സാറിന്റെ തൊലിക്കട്ടി ഞങ്ങൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെങ്കിലും ജയിക്കുന്ന മറുപടിയും അജയ് തറയലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പരാജയങ്ങളെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനം ഉയരുമ്പോൾ കാണുന്ന സൈബർ വെട്ടിക്കളിക്കൂട്ടത്തിന്റെ ശക്തമായ ആക്രമണം ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതിന് വിപരീതമായി താങ്കളെ പോലുള്ളവർ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് അജയ് തറയലിനെ പിന്തുണയ്ക്കുന്നവരും രംഗത്തെത്തി. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ശക്തമായ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട കോൺഗ്രസ് വക്താവും നേതാവുമായ രാജു പി നായർക്കും നേരത്തെ സൈബർ കൂട്ടത്തിന്റെ രൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ആ അശ്ലീലം ഇനി കേൾക്കേണ്ടി വരില്ല എന്ന് ഒരു ഗുണമുണ്ട് ഈശ്വര എന്നായിരുന്നു രാജു പി നായരുടെ പോസ്റ്റ്. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സും തെറിവിളികളാൽ നിറഞ്ഞിരുന്നു. രാജു പി നായർക്കെതിരെ വന്ന കമന്റുകളിൽ ചിലത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം അതിജീവിതകളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നവയായിരുന്നു. നിങ്ങൾക്ക് യാഥാർത്ഥത്തിൽ അശ്ലീലം ആകുന്നുവെങ്കിൽ കണ്ണട മാറ്റേണ്ട സമയം കഴിഞ്ഞു. അയാൾ വിളിച്ചു പറഞ്ഞ ഫാക്ട്സ് ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ എല്ലാവർക്കും വെറുക്കപ്പെട്ടവനായനെ. വഞ്ചികൾ ഇരയുമെന്ന കമന്റ് അതിജീവിതയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഒരു കോൺഗ്രസ് നേതാവ് ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടതിലൂടെ അമ്പരപ്പും ചില കമന്റുകളിൽ പ്രകടമായിരുന്നു. ഈ പോസ്റ്റ് രാജു പി നായരുടെ തന്നെയാണോ? പ്രതീക്ഷിച്ചില്ല ഇത്തരം ഒരു പോസ്റ്റ് നിങ്ങളിൽ നിന്ന് എന്ന കമന്റ് ഈ അവിശ്വാസം വ്യക്തമാക്കുന്നു. കൂടാതെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള കമന്റുകളും നേതാക്കൾക്കെതിരെ ഉയർന്നു. രാജു പി നായരെ, നിങ്ങൾ ആർക്കിട്ട് എവിടെയാണ് കുത്തുന്നത് എന്ന് നേരെ ഓർത്തു വെച്ചോ എന്നും നീയൊക്കെ കൂടി ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നതെന്നുമുള്ള കമന്റുകൾ വിമർശനം ഉന്നയിച്ച നേതാക്കൾക്കെതിരായ സൈബർ ഗുണ്ടാ വിളയാട്ടത്തിന്റെ തീവ്രത വെളിവാക്കുന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരമായ ഭീഷണികളിലേക്കും അധിക്ഷേപങ്ങളിലേക്കും വഴിമാറുന്ന അപകടകരമായ പ്രവണതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിമർശനങ്ങളെ പാർട്ടിക്ക് എതിരെയുള്ള നീക്കമായി വ്യാഖ്യാനിക്കുന്ന കമന്റുകളും ധാരാളമായി കാണാം. CPMന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരെ എടുത്ത ശുഷ്കാന്തി എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് എന്ന ആരോപണവും കോൺഗ്രസിനുള്ളിലെ വിമർശകരെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമമായി വിലയിരുത്താവുന്നതാണ്. നീയൊക്കെ കൂടി ആരെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന കമന്റും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യക്തിപരമായ വിഷയത്തെ പാർട്ടിക്ക് എതിരായ ഗൂഢാലോചനയെ ചിത്രീകരിക്കുന്നു. അതോടൊപ്പം പാർട്ടിക്കുള്ളിലെ നേതാക്കളുടെ ഇത്തരം നിലപാടുകൾ കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും പ്രവർത്തകർ പങ്കുവച്ചു. രാഷ്ട്രീയ നിലപാടുകളെ രാഷ്ട്രീയമായി നേരിടാൻ മിസ്റ്റർ, നിങ്ങൾ രാഹുലിന്റെ മുഖത്ത് കരിവാരി തേക്കുമ്പോൾ അത് പ്രതിഫലിക്കുന്നത് കോൺഗ്രസിന്റെ മുഖത്താണെന്നുള്ള ഓർമ്മ വേണമെന്ന കമന്റ് കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടലുകൾ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. പണം വാങ്ങി ചാനൽ ചർച്ചയിൽ പോയിരുന്ന മെഴുകണ്ട, ഒരുപാട് കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിലേക്ക് ചെയ്യാനുണ്ട്. നേതാക്കളോട് ഒരു കാര്യം, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. രാഷ്ട്രീയം നിങ്ങൾ CPMൽ നിന്ന് പഠിക്കണം എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലെ നേതാക്കൾക്കിടയിലെ ഐക്യമില്ലായ്മയുടെയും നേതൃത്വത്തിന്റെ കൊടുകാര്യസ്ഥതയുടെയും രൂക്ഷമായി വിമർശിക്കുന്നവയാണ്. നിയമപരമായ ആശ്വാസം ലഭിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ സൃഷ്ടിച്ച ആഴത്തിലുള്ള വിള്ളലുകളാണ്
ഈ സൈബർ പോരാട്ടങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഒരു വശത്ത് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ആരോപണങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ശക്തമായ ധാർമ്മിക നിലപാട് സ്വീകരിക്കുമ്പോൾ, മറുവശത്ത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുലിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന അണികളും നേതാക്കളുമുണ്ട്. ഈ ആഭ്യന്തര ഭിന്നത വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയിലും വലിയ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നത്. ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു നേതാവിനെ പാർട്ടിക്കുള്ളിൽ തന്നെ പരസ്യമായി വിമർശിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾ കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾക്കും ധാർമ്മിക നിലപാടുകൾക്കും എത്രത്തോളം ഇടമുണ്ടെന്ന ചോദ്യവും ഉയർത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തിരിച്ചുവരവ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ച ഈ ധാർമ്മിക പ്രതിസന്ധി ഇനിയുള്ള നാളുകളിലും വലിയ ചർച്ചാ വിഷയമായി തുടരും എന്നതിലും സംശയമില്ല.